സ്വഭാവം നല്ലതല്ലെങ്കിൽ ദൈവത്തിന് എത്രയൊക്കെ കൈമണി കൊടുത്തിട്ടും കാര്യമില്ല എന്നതാണ് സത്യം. എന്നാൽ മനുഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് കൈവിട്ടാൽ പിന്നെ ദൈവത്തിൽ ശരണം പ്രാപിക്കുക എന്നല്ലാതെ മറ്റെന്തു ചെയ്യാനാണ്? നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലിന് മനുഷ്യന്മാരിലുള്ള വിശ്വാസമൊക്കെ എന്നോ പോയിരിക്കുന്നു. അവസാന തടവ് പോലെ പുള്ളി ഇന്ന് അയ്യപ്പനെ കാണാൻ പോവുകയുണ്ടായി. തനിക്കെതിരെയുള്ള വിവാദങ്ങൾ കൊടുമ്പിരി കത്തിയിരിക്കുമ്പോഴാണ് മറ്റൊരു വിവാദമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ശബരിമലയിൽ ദർശനം നടത്തിയത്. MLA ബോർഡ് വെച്ച കാറിൽ അടൂരിലെ വീട്ടിൽ നിന്നും പമ്പയിലെത്തിയ രാഹുൽ പമ്പയിൽ നിന്നും കെട്ടുനിറച്ച് സുഹൃത്തുക്കൾക്കൊപ്പമാണ് മല ചവിട്ടിയത്. എന്നാൽ എത്രയൊക്കെ ദൈവത്തിന് മണിയടിച്ചിട്ടും കാര്യമില്ല, കയ്യിലിരിപ്പ് നല്ലതല്ലെങ്കിൽ വരാനുള്ള പണി വിമാനത്തിൽ കയറി വരുമെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് രാഹുലിനെതിരായ കേസിൽ ഓരോ ദിവസം ചെല്ലുംതോറും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാഹുലിനെതിരായ കേസിൽ നിർണായക നീക്കവുമായി നീങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം എന്നാണ് ലഭ്യമാകുന്ന വിവരം. അന്വേഷണ സംഘത്തിൽ പുതിയതായി ചേർന്ന IPS ഉദ്യോഗസ്ഥയാണ് ഇനി രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞാലും തെറ്റില്ല. അബോഷനിരയായ യുവതിയുമായി IPS ഉദ്യോഗസ്ഥ ഫോണിൽ നടത്തിയ സംഭാഷണത്തിൽ മൊഴിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചതായും സൂചനകളുണ്ട്. യുവതിയുടെ താൽപ്പര്യം പരിഗണിച്ചാണത്രേ IPS ഉദ്യോഗസ്ഥ സംസാരിച്ചത്. രാഹുലിനെതിരായ കേസിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷണം നടത്തുന്നതെങ്കിലും ഇതുവരെ പരാതിക്കാരി നേരിട്ട് മൊഴി നൽകിയിരുന്നില്ല. ഇതായിരുന്നു രാഹുലിൻ്റെ രക്ഷയും. മൂന്നാം കക്ഷികളുടെ മൊഴിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അബോഷനെതിരായ പെൺകുട്ടിയെ അന്വേഷണ സംഘം ബന്ധപ്പെട്ടെങ്കിലും മൊഴി നൽകാനോ പരാതി നൽകാനോ യുവതി തയ്യാറായിരുന്നില്ല. തുടർന്നാണ് IPS ഉദ്യോഗസ്ഥയെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് യുവതിയെ ഫോണിൽ ബന്ധപ്പെട്ടത്. രാഹുലുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളിൽ പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. സംഭവം ഇത്രയും ആയ സ്ഥിതിക്ക് ഇനി ദൈവത്തിന് പോലും അദ്ദേഹത്തിന് രക്ഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതിനിടെ തിങ്കളാഴ്ച തുടങ്ങിയ നിയമസഭാ സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം സഭയിലെത്തിയ രാഹുൽ അടുത്ത ദിവസങ്ങളൊന്നും ആ ഭാഗം സന്ദർശിച്ചു കൂടിയില്ല എന്ന് വേണം പറയാൻ. അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ സഭയിൽ എത്തേണ്ടെന്ന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് സഭയിൽ നിന്നും വിട്ടുനിൽക്കുന്നത് എന്നൊരു വാർത്ത പരക്കുന്നുണ്ടെങ്കിലും VD സതീശൻ്റെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് ആദ്യ ദിവസം തന്നെ സഭയിൽ എന്തിനു വന്നു എന്ന ചോദ്യം ആശയക്കുഴപ്പമുണ്ടാക്കുന്നത് തന്നെയാണ്. സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന വിഷയങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നതിനിടെ അതിനേക്കാൾ പ്രശ്നമായ രാഹുൽ സഭയിൽ ഉണ്ടാകുന്നത് ശ്രദ്ധ മാറാൻ ഇടയാകുമെന്ന വിമർശനം ഉയർന്നിരുന്നതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം എടുത്ത ബുദ്ധിപൂർവമായ നീക്കമാണ് രാഹുലിൻ്റെ വിലക്ക് എന്ന് പറയാതെ വയ്യ. ഇതിനൊക്കെ ഇടയിലാണ് വ്രതമെടുത്ത് അയ്യപ്പനായി രാഹുൽ മലയിലെത്തിയത്. എനിക്കതല്ല സംശയം, എന്തായിരിക്കും രാഹുൽ അയ്യപ്പനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക? കയ്യിലിരിപ്പ് കൊണ്ട് കുറേ അബദ്ധങ്ങൾ പറ്റി, ഇതിൽ നിന്നൊക്കെ ഊരിത്തരണേ ഭഗവാനെ എന്നാണോ? അതോ പീഡിപ്പിക്കപ്പെട്ട എല്ലാ പെൺകുട്ടികൾക്കും ഒരുമിച്ച് ഓർമ്മയില്ലാതാവണേ എന്നാണോ? ഇത് രണ്ടായാലും ചില്ലറ ടാസ്ക് ഒന്നുമാവില്ല അയ്യപ്പനെ സംബന്ധിച്ച് രാഹുൽ എന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ.